ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് കൊറിന്തോസുകാർക്ക് എഴുതിയ 2-ാം ലേഖനം അധ്യായം 13 ചോദ്യോത്തരങ്ങളാണ്. ഈ അധ്യായത്തിൽ മൊത്തം 13 വാക്യങ്ങളുണ്ട്. ഇത് അവസാനത്തെ അധ്യായമാണ്. ശ്ലീഹ കൊറിന്തോസുകാർക്ക് കുറച്ച് മുന്നറിയിപ്പ് നൽകുന്നതും തുടർന്ന് അവർക്ക് അഭിവാദനം അർപ്പിച്ചുകൊണ്ട് ഈ ലേഖനം അവസാനിപ്പിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ചോദ്യോത്തരങ്ങളിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം, എത്രാം പ്രാവശ്യമാണ് ഞാൻ നിങ്ങളെ സന്ദർശിക്കാൻ പോകുന്നത് എന്നാണ് ശ്ലീഹ പറഞ്ഞത്? 3-ാം പ്രാവശ്യം. രണ്ടാമത്തെ ചോദ്യം, എത്ര സാക്ഷികളുടെ മൊഴിയിന്മേൽ ഏത് കാര്യവും സ്ഥിരീകരിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് ശ്ലീഹ പറഞ്ഞത്? 2-3 സാക്ഷികളുടെ മൊഴിയിന്മേൽ. മൂന്നാമത്തെ ചോദ്യം, ആർക്കൊക്കെ ഞാൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് എന്നാണ് ശ്ലീഹ പറഞ്ഞത്? നേരത്തെ പാപം ചെയ്തവർക്കും മറ്റെല്ലാവർക്കും. നാലാമത്തെ ചോദ്യം, എൻ്റെ എത്രാമത്തെ സന്ദർശന വേളയിൽ ഞാൻ ചെയ്തതുപോലെ ഇപ്പോൾ എൻ്റെ അസാന്നിധ്യത്തിലും അവർക്ക് ഞാൻ താക്കീത് നൽകുന്നു എന്നാണ് ശ്ലീഹ പറഞ്ഞത്? എൻ്റെ 2-ാം സന്ദർശന വേളയിൽ ഞാൻ ചെയ്തതുപോലെ. അഞ്ചാമത്തെ ചോദ്യം, എന്തിന് തെളിവാണല്ലോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്നാണ് ശ്ലീഹ പറഞ്ഞത്? ക്രിസ്തു എന്നിലൂടെ സംസാരിക്കുന്നു എന്നതിന് തെളിവ്. ആറാമത്തെ ചോദ്യം, ക്രിസ്തു എന്തിൽ ക്രൂശിക്കപ്പെട്ടു എന്നാണ് ശ്ലീഹ പറഞ്ഞത്? ബലഹീനതയിൽ. ഏഴാമത്തെ ചോദ്യം, ക്രിസ്തു ബലഹീനതയിൽ ക്രൂശിക്കപ്പെട്ടു, എന്നാൽ ആരുടെ ശക്തിയാൽ ജീവിക്കുന്നു എന്നാണ് ശ്ലീഹ പറഞ്ഞത്? ദൈവത്തിൻ്റെ ശക്തിയാൽ. എട്ടാമത്തെ ചോദ്യം, ആരിൽ ഞങ്ങളും ബലഹീനരാണെന്നാണ് ശ്ലീഹ പറഞ്ഞത്? ക്രിസ്തുവിൽ. ഒമ്പതാമത്തെ ചോദ്യം, കൊറിന്തോസുകാരോട് പെരുമാറുമ്പോഴാകട്ടെ ഞങ്ങൾ ആരുടെ ശക്തി കൊണ്ട് ജീവിക്കും എന്നാണ് ശ്ലീഹ പറഞ്ഞത്? ഞങ്ങൾ അവനോടുകൂടെ ദൈവത്തിൻ്റെ ശക്തി കൊണ്ട്. പത്താമത്തെ ചോദ്യം, നിങ്ങൾ നിങ്ങളുടെ എന്തിൽ നിലനിൽക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുവിൻ എന്നാണ് ശ്ലീഹ പറഞ്ഞത്? നിങ്ങളുടെ വിശ്വാസത്തിൽ. 11-ാമത്തെ ചോദ്യം പൂരിപ്പിക്കുക. നിങ്ങൾ നിങ്ങളുടെ വിശ്വാസത്തിൽ നിലനിൽക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുവിൻ, നിങ്ങളെ തന്നെ പരീക്ഷിച്ചറിയുവിൻ. 12-ാമത്തെ ചോദ്യം, ആര് നിങ്ങളിലുണ്ട് എന്ന് നിങ്ങൾക്ക് ബോധ്യമായിട്ടില്ലേ എന്നാണ് ശ്ലീഹ ചോദിച്ചത്? യേശുക്രിസ്തു. 13-ാമത്തെ ചോദ്യം, യേശുക്രിസ്തു നിങ്ങളിലുണ്ട് എന്ന് നിങ്ങൾക്ക് ബോധ്യമായിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്തിൽ പരാജയപ്പെട്ടിരിക്കുന്നു എന്നാണ് ശ്ലീഹ പറഞ്ഞത്? നിങ്ങൾ തീർച്ചയായും പരീക്ഷയിൽ പരാജയപ്പെട്ടിരിക്കുന്നു എന്ന്. 14-ാമത്തെ ചോദ്യം, എന്ത് നിങ്ങൾ ഗ്രഹിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്നാണ് ശ്ലീഹ പറഞ്ഞത്? ഞങ്ങൾ പരാജയപ്പെട്ടിട്ടില്ലെന്ന്. 15-ാമത്തെ ചോദ്യം, നിങ്ങൾ എന്ത് പ്രവർത്തിക്കരുതേ എന്നാണ് ദൈവത്തോടുള്ള ഞങ്ങളുടെ പ്രാർത്ഥന എന്നാണ് ശ്ലീഹ പറഞ്ഞത്? നിങ്ങൾ തിന്മ പ്രവർത്തിക്കരുതേ എന്ന്. 16-ാമത്തെ ചോദ്യം, ഞങ്ങൾ എന്തിൽ വിജയിച്ചവരായി കാണപ്പെടണമെന്നില്ല എന്നാണ് ശ്ലീഹ പറഞ്ഞത്? പരീക്ഷയിൽ. 17-ാമത്തെ ചോദ്യം, ഞങ്ങൾ പരാജിതരായി കാണപ്പെട്ടാലും നിങ്ങൾ എന്ത് പ്രവർത്തിക്കണമെന്നാണ് ശ്ലീഹ പറഞ്ഞത്? നിങ്ങൾ നന്മ പ്രവർത്തിക്കണമെന്ന്. 18-ാമത്തെ ചോദ്യം, സത്യത്തിനു വേണ്ടിയല്ലാതെ എന്തിനെതിരായി ഒന്നും ചെയ്യുക ഞങ്ങൾക്ക് സാധ്യമല്ല എന്നാണ് ശ്ലീഹ പറഞ്ഞത്? സത്യത്തിനെതിരായി. 19-ാമത്തെ ചോദ്യം പൂരിപ്പിക്കുക. ഞങ്ങൾ ബലഹീനരും നിങ്ങൾ ബലവാന്മാരും ആയിരിക്കുമ്പോൾ ഞങ്ങൾ സന്തോഷിക്കുന്നു. 20-ാമത്തെ ചോദ്യം 13:9 വാക്യമനുസരിച്ച് ഞങ്ങൾ എന്തിനു വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത് എന്നാണ് ശ്ലീഹ പറഞ്ഞത്? നിങ്ങളുടെ പുനരുദ്ധാരണത്തിനു വേണ്ടി. 21-ാമത്തെ ചോദ്യം, എന്തു ചെയ്യാതിരിക്കുന്നതിന് നിങ്ങളിൽ നിന്ന് അകലെയായിരിക്കുമ്പോൾ ഇതെഴുതുന്നു എന്നാണ് ശ്ലീഹ പറഞ്ഞത്? ഞാൻ വരുമ്പോൾ കാർക്കശ്യത്തോടെ അധികാരം പ്രയോഗിക്കാതിരിക്കേണ്ടതിന്. 22-ാമത്തെ ചോദ്യം, കർത്താവ് ശ്ലീഹായെ അധികാരപ്പെടുത്തിയിരിക്കുന്നത് എന്തിനാണെന്നാണ് ശ്ലീഹ പറഞ്ഞത്? നിങ്ങളെ വളർത്തിയെടുക്കാനാണ്, നശിപ്പിക്കാനല്ല എന്ന്. 23-ാമത്തെ ചോദ്യം പൂരിപ്പിക്കുക. അവസാനമായി സഹോദരരെ സന്തോഷിക്കുവിൻ. 24-ാമത്തെ ചോദ്യം 13-11 വാക്യമനുസരിച്ച് നിങ്ങളെ തന്നെ എന്തു ചെയ്യുവിൻ എന്നാണ് ശ്ലീഹ പറഞ്ഞത്? നവീകരിക്കുവിൻ. 25-ാമത്തെ ചോദ്യം, ശ്ലീഹായുടെ എന്ത് സ്വീകരിക്കുവിൻ എന്നാണ് ശ്ലീഹ പറഞ്ഞത്? ആഹ്വാനം. 26-ാമത്തെ ചോദ്യം, എന്തിൽ ജീവിക്കുവിൻ എന്നാണ് ശ്ലീഹ പറഞ്ഞത്? സമാധാനത്തിൽ. 27-ാമത്തെ ചോദ്യം, എങ്ങനെയുള്ള ദൈവം നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കും എന്നാണ് ശ്ലീഹ പറഞ്ഞത്? സ്നേഹത്തിൻ്റെയും ശാന്തിയുടെയും ദൈവം. 28-ാമത്തെ ചോദ്യം, എങ്ങനെ അന്യോന്യം അഭിവാദനം ചെയ്യുവിൻ എന്നാണ് ശ്ലീഹ പറഞ്ഞത്? വിശുദ്ധ ചുംബനം കൊണ്ട്. 29-ാമത്തെ ചോദ്യം,
ആര് കോറിന്തോസുകാരെ അഭിവാദനം ചെയ്യുന്നു എന്നാണ് ശ്ലീഹ പറഞ്ഞത്? വിശുദ്ധരെല്ലാവരും. 30-ാമത്തെ ചോദ്യം, ആരുടെ കൃപ നിങ്ങളേവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ എന്നാണ് ശ്ലീഹ പറഞ്ഞത്? കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപ. 31-ാമത്തെ ചോദ്യം, ആരുടെ സ്നേഹം നിങ്ങളേവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ എന്നാണ് ശ്ലീഹ പറഞ്ഞത്? ദൈവത്തിൻ്റെ സ്നേഹം. 32-ാമത്തെ ചോദ്യം, ആരുടെ സഹവാസം നിങ്ങളേവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ എന്നാണ് ശ്ലീഹ പറഞ്ഞത്? പരിശുദ്ധാത്മാവിൻ്റെ സഹവാസം. 33-ാമത്തെ ചോദ്യം, കൊറിന്തോസുകാർക്കുള്ള 2-ാം ലേഖനത്തിൻ്റെ അവസാനത്തെ വാക്യം ഏത്? കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളേവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. അടുത്ത വീഡിയോയിൽ പ്രഭാഷകൻ്റെ പുസ്തകത്തിലെ ചോദ്യോത്തരങ്ങൾ ഇടുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.